എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കുറച്ച് അധികം ദിവസമായി നമ്മൾ കണ്ടിട്ടെന്നറിയാം, പക്ഷെ എന്നാലും വീണ്ടും ഒരു അടിപൊളി ഒരു ദിവസത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുളിച്ച് മുടിയൊക്കെ നനഞ്ഞിരിക്കുകയാണ്. ഹീറ്റ് ചെയ്യാനൊന്നും വയ്യ, അപ്പോൾ പിന്നെ അങ്ങനെ മതിയെന്ന് ഓർത്തു. നല്ല സണ്ണി ഡേ ആണെന്ന് എല്ലാവരും കേട്ട് കാണും. ന്യൂസിലാൻഡിൽ കുറച്ച് ഫ്ലഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാവരും വിളിയും മെസ്സേജ് അയക്കലൊക്കെ ആയിരുന്നു. എങ്ങനെയുണ്ട്, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മൾ നിൽക്കുന്നിടത്ത് ഒരു പ്രശ്നമില്ല, നമ്മൾ സേഫാണ്. പ്രത്യേകിച്ച് ഇതാണ് നമ്മൾ നിൽക്കുന്ന ഒരു ഏരിയ. ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല, അത്യാവശ്യം സേഫ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പക്ഷേ ഫ്ലഡ് ഉണ്ടായ സ്ഥലങ്ങളുണ്ട്, പക്ഷേ അത് അത്ര ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും ആയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കുറച്ച് വീടുകളും അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി. വീടുകൾക്കൊക്കെ എന്തൊക്കെയോ ഡാമേജ് സംഭവിച്ചു, അങ്ങനെ എന്തൊക്കെയോ ബുദ്ധിമുട്ടായി. പക്ഷെ എന്നാലും 2-3 ദിവസം അത്യാവശ്യം ഇവിടെ മഴയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നാട്ടിലെ മഴയൊക്കെ കണ്ടവർക്ക്, കേരളത്തിലെ മഴയൊക്കെ കണ്ടവർക്ക് ഇതൊരു മഴയായിട്ട് അങ്ങ് തോന്നുന്നുണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷെ ഇവിടുത്തെ ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ഒരു ഇഷ്യൂ കാരണം അങ്ങനെയൊക്കെയാണ്, അതൊക്കെ കാരണമാണ് ഇവിടെ ഫ്ലഡ് വരുന്നതെന്നാണ് കേട്ടത്. കാരണം അത്രയും ഒരു 2 ദിവസമോ 3 ദിവസമൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ഡ്രെയിനേജ് സിസ്റ്റം അല്ലാത്തത് കൊണ്ടാവണം അങ്ങനെ ഒരു ഫ്ലഡിലോട്ടൊക്കെ പോകുന്നത്. പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് കുറച്ചൊന്ന് വെള്ളം പൊങ്ങിയാൽ ഫ്ലഡാവും. എന്തായാലും പറഞ്ഞു വന്നത്, ഞങ്ങൾ സേഫാണ്, നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മളിത് ഹാപ്പി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് എനിക്ക് തോന്നുന്നു 2 ആഴ്ചത്തോളമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം എന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ജോലി തിരക്കുകൾ കാരണം എനിക്കിടാൻ പറ്റിയില്ല. എന്തായാലും ഈ ഒരു നല്ലൊരു ദിവസം ആയിട്ട് ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് തുടങ്ങാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ റെഡിയായി നിൽക്കുന്നത് ഇതാണ് ഇന്നത്തെ എൻ്റെ ഡ്രസ്സ്. അപ്പം ഞാൻ റെഡിയായി നിൽക്കുന്നത്, ഇന്ന് നമുക്ക് ഒരു ബാർബിക്യൂ പാർട്ടി ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ സമ്മറൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ സമ്മറൊക്കെ ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ ലിജോ ചേട്ടൻ്റെ വീട്ടിൽ പുതിയ ഡെക്കും കാര്യങ്ങളൊക്കെ ലിജോ ചേട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാനും അങ്ങനെ നമ്മൾ നമ്മുടെ ന്യൂസിലാൻഡ് ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സമ്മർ ബാർബിക്യൂ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പോയിട്ട് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. അപ്പോഴേക്കും നമ്മൾ ബാർബിക്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ. അപ്പോഴേക്കും ഞാൻ തിരിച്ചു വരാം. ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത്, നമ്മളിന്ന് ബാർബിക്യൂവിന് വേണ്ടി കൊണ്ടുപോകുന്നത് ഫിഷും പിന്നെ സാലഡും ആണ്. അപ്പോൾ ഫിഷിന് വേണ്ടിയിട്ടുള്ള മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഷെഫ് പറയൂ എന്തൊക്കെയാണ്? ഒരു ഉള്ളി, സവാള, ഒരു ഫുള്ള് ഗ്ലോബ് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് പേസ്റ്റ്, കൊറിയാണ്ടർ പൗഡർ, പെപ്പർ പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, ഒലീവ് ഓയിൽ. ഇതൊക്കെ ആദ്യം, അപ്പം എന്നിട്ട് ഇതൊക്കെ അരച്ചെടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് അരച്ചെടുത്തിട്ട് കാണാം. അപ്പം നമ്മുടെ ഇതാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അരവ്. അപ്പം നമ്മുടെ അരവ് ഈ ഒരു കൺസിസ്റ്റൻസിലാണ് വേണ്ടത്. ഇതുപോലെ അരച്ചു പിടിപ്പിക്കാൻ വേണം. ഇതാണ് നമ്മുടെ ഫിഷ്. ഇതിങ്ങനെ ഇവിടെ നമുക്ക് ഫിഷ് ഇങ്ങനെ വൃത്തിയിൽ കിട്ടും. ഇതെന്താ ഫിഷ്? അതിനെന്താ മലയാളത്തിൽ പറയാ? റെഡ് സ്നാപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷാണ്. ചെമ്പല്ലിയുടെ വലിയ രൂപ തോന്നുന്നു. അപ്പം ഇതിങ്ങനെ നമ്മൾ 2 ഫിഷ് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫിഷിന് നമുക്ക് ഈ ഒരു മാരിനേഷൻ, ഈ മാരിനേറ്റ് ചെയ്യാം. അടുത്ത ഫിഷിന് നമുക്ക് വേറെ മാരിനേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഫിഷിന് ഇങ്ങനെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ആക്കുന്നത്. പിന്നെ കുറച്ച് നാരങ്ങ നീര് പരട്ടി കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ. ഫിഷ് ഒന്ന് എന്തിനാ നാരങ്ങ നീര് പരട്ടുന്ന? സോഫ്റ്റ് ആവാനോ? നല്ല ഒരു നാരങ്ങയുടെ പുളി ഉണ്ടാവും. നാരങ്ങ നീര് ആദ്യം മാരിനേഷൻ ചെയ്ത് വെച്ച് ഇതാക്കുന്നതിന് മുന്നേ നാരങ്ങ നീര് പരട്ടി കൊടുക്കുന്നുണ്ട്. വാവ്, മീനിന് മാരിനേറ്റ് ചെയ്യുമ്പോൾ മീനിന്റെ കണ്ണ് എരിയെന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കണ ഒരാള്. മീനിനെ കൊന്നതും പോരാ, എന്നിട്ടത് കഴിക്കാനും പറ്റും, കണ്ണ് എരിയുന്നു അത്ര. അപ്പൊ എന്തായാലും നമ്മളിത് മസാല നന്നായി മാരിനേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം മുന്നേ തന്നെ മാരിനേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് അത് മസാല എല്ലായിടത്തും ആവുന്ന പോലെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇത് നമ്മുടെ മീൻകുട്ടിനെ ഞങ്ങൾ ഫുള്ള് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒരു 2-3 hours ഇങ്ങനെ വെക്കാമെന്ന് ഓർത്തു. കാരണം നമുക്ക് ഈവനിങ് ആണ് നമ്മുടെ ബാർബിക്യൂ. അപ്പം അതുവരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത മീൻ മാരിനേറ്റ് ചെയ്യാൻ കിടക്കാം. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ മാരിനേഷനുള്ള സാധനങ്ങളാണ്. നമ്മളിനി അടുത്തത് ഒരു ഗ്രീൻ കളർ മാരിനേഷൻ ആണ്. അപ്പം എന്തൊക്കെയാണ് സാധനങ്ങൾ പറയൂ? നല്ല എരിവുള്ള പച്ചമുളക്, കറി ലീവ്സ്, വെളുത്തുള്ളി, ഉള്ളി, പിന്നെ കൊറിയാൻഡർ ലീവ്സ്. അപ്പോൾ ജാറിൽ കുരുമുളക്,
പിന്നെ പെരിഞ്ചീരകം. ഓക്കെ, അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് എന്നിട്ട് അരച്ചെടുക്കും. കണക്കൊന്നും അറിയില്ല. ഓക്കെ, ഇതില് വെള്ളം ഒഴിക്കുമോ അരയ്ക്കുമ്പോ? ചെറുനാരങ്ങ നീര് ഒഴിക്കും, പിന്നെ ഒലിവ് ഓയിൽ. ഓക്കെ, അത്ര മതി. നേരത്തെ അതേ കൺസിസ്റ്റൻസിയിൽ. അപ്പൊ നമ്മളിത് അരയ്ക്കാൻ പോവാണ്, ഇനി അരച്ചിട്ട് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ അതിമനോഹരമായ സാലഡ്. ഞാനിപ്പോൾ സാലഡ് കട്ട് ചെയ്യുന്നതൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഇതിനകത്തുള്ളത് മാംഗോ ഉണ്ട്, പൊമഗ്രനൈറ്റ് ഉണ്ട്, ഒനിയൻ ഉണ്ട്, പിന്നെ കുക്കുംബർ, ഒരു റെഡ് ക്യാപ്സിക്കും ഒരു ഗ്രീൻ ക്യാപ്സിക്കും ഉണ്ട്, പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ഉണ്ട്, കുറച്ച് ഗ്രീൻ ചില്ലീസ് ഉണ്ട്. ഇത്രയൊക്കെ തന്നെ. ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ സാലഡ്. ഒരു സമ്മർ സാലഡാണ് അത്യാവശ്യം. ഇനി ഇതിലോട്ടുള്ള ഡ്രസ്സിങ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാലഡിനുള്ള ആവശ്യമായ ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ചെറുതായിട്ട് ഇത് അരിഞ്ഞ് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് ഇനി നമ്മൾ ഇതിലേക്കുള്ള ഡ്രസ്സിങ് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇനി ആഡ് ചെയ്യുന്നതെന്ന്. ഇതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഒരു ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണൊക്കെയാണ്. ഞാനങ്ങനെ ടേബിൾ സ്പൂണായിട്ടൊന്നും എടുക്കുന്നില്ല. ഇതിലേക്ക് ആവശ്യമുള്ളത്ര ഒലീവ് ഓയിൽ ഒഴിക്കുക. അപ്പം നമ്മൾ ഒലീവ് ഓയിൽ ഒഴിച്ചു. ഇനി ഈ ഒരു സോസ് ഉണ്ട്. ഇത് മറ്റേ ആപ്രിക്കോട്ടിൻ്റെയും മാംഗോയുടെ ഒരു സോസാണ്. നല്ല അടിപൊളി സോസാണ്. ഇതിൻ്റെ ഒരു ടേബിൾ സ്പൂൺ യൂസ് ചെയ്ത് ഇതിപ്പോൾ കഴിയാറായി. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്. നല്ലൊരു സംഭവമാണിത്. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഉപ്പ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കും ഒന്നുകൂടെ. പിന്നെ ഇനി അതിന് ശേഷം കുറച്ച് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ, 1.5-2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈം ജ്യൂസ് ആയിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, ഒന്ന് നൈസായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കുക. ഇത് ഓരോന്നും ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്താൽ എല്ലാം നന്നായി മിക്സായി കിട്ടും. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി അങ്ങോട്ട് കൊടുക്കുക. കുറച്ച് മതി ആവശ്യത്തിന്. അധികം എരിവ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ കുറച്ച് ഇട്ടുക. കാരണം നമ്മൾ ഓൾറെഡി ഗ്രീൻ ചില്ലി ഇട്ടിട്ടുള്ളത് കൊണ്ട് അധികം ചില്ലി ഫ്ലേക്സ് വേണ്ട. പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം നന്നായി ഇളക്കും തോറും അതിൻ്റെ ആ ഒരു മിക്സിങ് എല്ലാം നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് വരും. നമ്മുടെ കളർഫുൾ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആൽമണ്ട്സോ അല്ലെങ്കിൽ കുറച്ച് കാഷ്യൂ എല്ലാം റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷെ നമ്മളൊരു സമ്മർ സാലഡാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിനകത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം എന്തായാലും നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്താ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പം നമ്മൾ ഇത്തവണ ഫിഷും അതുപോലെ ഒരു സാലഡും പിന്നെ ഒരു മോക്ടെയിലിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. മോക്ടെയിൽ അവിടെ പോയിട്ടേ ആക്കത്തുള്ളൂ. ഫിഷ് മാരിനേറ്റ് ചെയ്ത് അതിലത്തെ ഒരു ഫിഷിൻ്റെ മാരിനേറ്റ് ചെയ്ത് ഞാൻ എടുക്കാൻ മറന്നുപോയി. അതെന്തായാലും ഞാൻ കാണിച്ചു തരാം അവിടേക്ക് എത്തിയിട്ട്. പിന്നെ ഉള്ളത് സാലഡാണ്. സാലഡും കട്ട് ചെയ്യുന്നതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ ചെറുതായി കട്ട് ചെയ്ത് നമ്മൾ സാലഡും സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുന്ന പോലെ. അപ്പോൾ നല്ലൊരു വെതറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത് സണ്ണിയാണ്. കാരണം നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം സണ്ണി ആവണം. പിന്നെ മഴയൊന്നും ഉണ്ടാവരുത്. മഴ ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കുറച്ച് കാർമേഘമൊക്കെ ഉണ്ട്, പക്ഷെ മഴ ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. നമുക്ക് നോക്കാം, മഴ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ വരെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഈ ഒരു വീഡിയോ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്നുകൂടെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ജിതിൻ അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം വെയിലുള്ള ഒരു ദിവസമാണ്. ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. യെസ്. പിന്നെ നല്ലൊരു ദിവസം കേട്ടോ ഇന്ന്. നല്ലൊരു വെയിലും കാറ്റും, നല്ല അത്യാവശ്യം നല്ല കാറ്റുണ്ട്. മുടിയൊക്കെ ഇങ്ങനെ ആറിപ്പറന്ന് കളിക്കുന്നു. നടിമാരുടെ മുടിയൊക്കെ ഇങ്ങനെ പറക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും എന്ത് രസമായിരിക്കും. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഒരു സൂര്യനെയും വെളിച്ചമൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷം കേട്ടത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാർബിക്യൂ പാർട്ടിയിൽ വെച്ച് കാണാം. ബാർബിക്യൂ എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടാവില്ലേ. ഇപ്പോൾ നമ്മൾ ഈ പുറം രാജ്യങ്ങളിലൊക്കെ ഈ സമ്മർ ടൈമിൽ, കാരണം ഇവിടെ സമ്മർ വിൻ്റർ അങ്ങനെ പല സീസൺസ് ഉണ്ടല്ലോ, സമ്മർ വിൻ്റർ സ്പ്രിംഗ് ഓട്ടം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ സമ്മർ കാലങ്ങളിൽ നമ്മൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഇങ്ങനെ ബാർബിക്യൂ ഒക്കെ ചെയ്ത്, ബാർബിക്യൂ എന്ന് പറയുന്നത് കുറച്ച് മീറ്റും കാര്യങ്ങളും അതുപോലെ വെജ് ഐറ്റംസ് ഉള്ളത് വെജ് ഐറ്റംസ് ഉണ്ടാവും.
അങ്ങനെ അതൊക്കെ കൂടി നമ്മളിങ്ങനെ ഈ ബാർബിക്യൂ സംഭവത്തിലിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കില്ലേ, ആ ഒരു സംഭവമാണ്. അപ്പോൾ ബേസിക്കലി നമ്മുടെ നാട്ടിലത് കുറച്ച് കുറവാണ്. ഞാൻ നാട്ടിലൊന്നും ഇതുവരെയായിട്ട് അങ്ങനെ ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷെ പുറത്ത് ഇതൊരു ട്രഡീഷൻ, ഒരു നല്ലൊരു എൻ്റെ മുഖം കാണുന്നില്ലല്ലോ, ഇതൊരു നല്ലൊരു ട്രഡീഷനാണ്. നമുക്ക് സമ്മറൊക്കെ വെയിലൊക്കെ കൊണ്ടിങ്ങനെ ഈ ഇവിടുത്തെ കിവീസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വെയിലൊക്കെ കൊണ്ടിങ്ങനെ വെയിലത്ത് നട്ടപ്പൊരി വെയിലത്തിരുന്ന് ബാർബിക്യൂ ചെയ്തു. ഇവിടെ ബാർബിക്യൂ കൾച്ചർ ഭയങ്കര കൂടുതലാണ്. കാരണം ഇവിടെ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായിട്ട് നമുക്ക് അങ്ങനത്തെ പാർക്ക്, അതുപോലെ ബീച്ച് സൈഡ്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ പാർക്കിലൊക്കെ പോയിട്ട് ബാർബിക്യൂ ചെയ്യാം. കുറേ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി മാത്രം പാർക്കും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ദിവസങ്ങളൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ബാർബിക്യൂ എന്താണെന്നൊക്കെ കാണിച്ചു തരാം. നമ്മൾ ഇവിടുത്തെ ബാർബിക്യൂ എന്താണെന്നൊക്കെ കാണിച്ചു തരാം. ഒരു വട്ടം എന്റെ കുടുംബം പകുതിയായി പോകണ്ടത് മാംഗോ മോഗു അത് ഒരു ഉപ്പ് ഒരു 3 ലെമണിന്റെ ജ്യൂസ് വേണം, 5 ലെമണിന്റെ ജ്യൂസ്. കോൺഫ്യൂഷൻ പോന്നോട്ടോ. തമാശക്കല്ലേ? ഇതില്ലെങ്കിൽ നമുക്ക് അങ്ങനെ അപ്പുറത്തോട്ട് കൊട്ട് കിട്ടിയില്ല. ഞാൻ ചിരിച്ച് റൈറ്റ് 1.2 ലിറ്റർ വേണമായിരുന്നു. സോഡ വെച്ചിട്ട് ടോപ്പ് 400 ml സോഡ. ഇത് മൊത്തം ഒഴിക്കാം. സോഡ വെച്ച് ടോപ്പ് കോളേജ് പഠിക്കുമ്പോൾ ശീല ക്ലാസ് കട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പോലെ. ഇനി എന്താ ഒരു സ്പൂൺ വലിയ കയ്യിലെന്തേലും ഈരോട്ടിന്റെ ഡ്രിങ്ക് കൊള്ളാലോ. ഇല്ല, നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കട്ടെ, അതിന് ശേഷം ഒഴിക്കാം. ഒന്ന് ചെക്കിയാണ്. ഒരു ഗ്ലാസ്സിലോ ഏതെങ്കിലും ഗ്ലാസ് മതി. എനിക്കൊന്ന് ടേസ്റ്റ് നോക്കാം. കളർ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് മെനു കൊള്ളാവോ? അതിച്ചിരി കുടിപ്പല്ലേ? എണ്ണായോ?
എന്താണ് ഉത്സാഹമൊക്കെ പോയി പോയോ? അതാണ് കളരരുത് ഉണ്ണി, കളരരുത്. അടിപൊളി. നമുക്ക് പറ്റി പോരാ. അതാണ് തിരിച്ചിടണ്ട. എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഗോപു, ഇങ്ങനെ ഇങ്ങനെ മനുക്കാവ് കൗണ്ട് ചെയ്തില്ലായിരിക്കും ഞങ്ങളുടെ വീടിനടുത്താ കഞ്ഞി കുടിക്കാൻ വീട്ടിൽ വന്നു. അതിനുള്ള സമയം കിട്ടുമെന്നറിയില്ല. കറങ്ങി ഈ ഡ്രസ് കണ്ട് പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റ് എന്റെ സെലക്ഷൻ ആണ് ഇവളുടെ വാർഡ്രോബ്. അതാണ് ഇവളുടെ വാർഡ്രോബിൽ നിന്ന് അവളുടെ സെലക്ഷൻ. ആർക്കെങ്കിലും ഡ്രസ് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഇവളുടെ ഇല്ലാത്തത് എന്റെ ഉണ്ടാവും, എന്റെ ഇല്ലാതെ ആരെങ്കിലും അതൊക്കെ കിട്ടിക്കോളൂ. ഞാൻ റെഡി ആയിരിക്കുന്നു. നമ്മുടെ ലിജോ ചേട്ടന്റെ റെയിൻബോ ഡ്രിങ്ക്. നീല, മഞ്ഞ്, പച്ചയും ചുവപ്പൊക്കെ ഉണ്ട് ഇവിടെ. റൗണ്ട് ഐസ് ഒക്കെ. അതെ നെസ്സിരി ഈ വെക്കാനുള്ള സാധനം നോക്കിട്ട് കേട്ടോ. അത്രയും ചിക്കൻ ആയാലും വച്ചിട്ട് കാർഡിയോ സോൺ 2 സോൺ 2 ആയിരിക്കും. എപ്പോഴും സോൺ 2 ബോഡി സ്ട്രെസ്സിലേക്ക് പോകുന്ന ഹാർട്ട്, ബ്രെയിൻ പറയും ഗ്ലൈക്കോജൻ പൊളി പൊളി പൊളി. ജോ ചേട്ടൻ സെറ്റ്. ഇല്ല ഇത് അടിപൊളിയായിട്ടുണ്ട്. കളേഴ്സ് എല്ലാവരും ഞങ്ങളെല്ലാം മോഡേൺ ജനറേഷനിലെ പാട്ട് പാടൂ, നിന്റെ ജനറേഷനിലല്ല. എന്റെ ആശ്രമത്തിൽ വന്നിട്ടുണ്ട്.
ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ നമുക്ക് പാടി തീർക്കാൻ പറ്റുമെന്ന്? പറ്റുമോ? वो जैसे तुझको बनाया गया है मेरे लिए, कभी कभी मेरे दिल में ख्याल आता है, वो जैसे कभी कभी मेरे दिल में ख्याल आता है. മനോഹരം, അതിമനോഹരം. നീയറിഞ്ഞു എന്റെ ചെമ്പനീർ പോകുന്നതായി, നിനക്കായി സുഗന്ധം പരത്തുന്നതായി, നിനക്കായി പറയൂ